3 ഘാതം 10ന്റെ 1/3 ഭാഗം എത്ര? ഭാഗം കാണുക പറഞ്ഞാൽ ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3 ഘാതം 10ന്റെ 1/3 ഭാഗം കാണാൻ 3 ഘാതം 10നെ 1/3 കൊണ്ട് ഗുണിക്കുക. 3 ഘാതം 10 × 1/3 നമ്മൾ ഗുണിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഛേദം 1 എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ അംശങ്ങൾ ഗുണിക്കുക. 3 ഘാതം 10 × 1 3 ഘാതം 10/1 × 3 3. ഈ 3 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൃതി 1 എന്ന് വിചാരിക്കാം. ഇനി കൃത്യംഗ നിയമം a ഘാതം m/a ഘാതം n എന്താണ്? a ഘാതം m - n. അതായത് ഒരേ പാദസംഖ്യ, ഇവിടെയും ഒരേ പാദസംഖ്യയാണ്, എന്നിട്ട് ഹരിക്കൽ ചിഹ്നം വരിക. ഇവിടെ ഹരിക്കൽ ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പാദസംഖ്യ എഴുതി. അതുപോലെ ഇപ്പോൾ പാദസംഖ്യ എത്രയാണ്? 3. എന്നിട്ട് എന്താ ചെയ്യണം? m എന്ന് കുറച്ചു. അതായത് അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറച്ചു. ഇവിടെ അംശത്തിൻ്റെ കൃതി 10, ഛേദത്തിൻ്റെ കൃതി 1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10 കുറയ്ക്കണം 1. 3 ഘാതം 10 നിന്ന് കുറച്ച് എത്രയാണ്? 9. അതായത് 3 ഘാതം 10ന്റെ 1/3 ഭാഗം എത്രയാണ്? 3 ഘാതം 9 ആണ്.